ഇഞ്ചിക്കറി വെക്കുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടായി. ഇഞ്ചിയൊക്കെ അരിഞ്ഞെടുത്ത് നമ്മുടെ കൈയൊക്കെ നീറത്തില്ലേ, അതുകൊണ്ട് ഇഞ്ചിക്കറി വെക്കുന്നത് എങ്ങനെയാണ്. ഇഞ്ചിക്കറി ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. ഇഞ്ചി ചെറുതായിട്ട് അരിയാനൊന്നും നിൽക്കാം. ഇഞ്ചിക്കറി നല്ല കേമമായിട്ട് സമയമില്ലാത്തവർക്കും ഉണ്ടാക്കാനായിട്ടുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ ഈ 3 കഷ്ണം ഇഞ്ചിയാണ് എടുത്തത്. ഇഞ്ചി ഞാൻ നൈസായിട്ടങ്ങ് ചതച്ചു. ആ തേങ്ങ കഷ്ണവും ഞാൻ നൈസായിട്ടങ്ങ് ചതച്ചു. വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ആ ഇഞ്ചി വറുത്ത് പോരാ, നല്ല വൃത്തിയായിട്ട് മൂക്കണം. ഓക്കെ, ഒന്നാമത് പറഞ്ഞ ടിപ്സ് എന്ന് പറഞ്ഞാൽ ഇഞ്ചി നമ്മൾ അരിയുന്നത്. രണ്ടാമത് പറയാൻ പോകുന്ന ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ എടുക്കുന്ന ഓയിൽ ഇനി തേങ്ങ വറക്കാനും എടുക്കത്തുള്ളൂ. അതെങ്ങനെയാണെന്നറിയാമോ? മറ്റേത് നമ്മൾ തേങ്ങ വറുത്ത് ഇഞ്ചി വറുത്തിട്ട് ആദ്യം അതിങ്ങനെ അങ്ങ് കോരിയെടുക്കും, പിന്നെ അതിൽ എണ്ണയുണ്ടോ? ഇല്ല. പക്ഷേ ഇതിപ്പോൾ നോക്കിക്കണം, ഒരു എളുപ്പ വഴി നോക്കണം. അധികം അങ്ങ് മൂക്കുന്നതിന് മുമ്പ് എന്നാൽ മൂക്കുകയും ചെയ്യണം. ഇതാ ഇഞ്ചി ഇങ്ങനെ 4 വശത്തോട്ടൊന്ന് നീക്കി വെച്ച് നോക്കിയേ. ആ ചെറിയ തീയില ഇഞ്ചി 4 വശത്തോട്ടൊന്ന് നീക്കി വെച്ച് കഴിയുമ്പോൾ തന്നെ ആ തേങ്ങ വറക്കാനുള്ള ഓയിൽ നമ്മൾ ആദ്യം ഒഴിച്ച ഓയിലെന്ന് കിട്ടും. അപ്പം എണ്ണ ലാഭിക്കാനുള്ള ഒരു വഴിയും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എണ്ണ അധികം ആയെന്നും പറഞ്ഞ് പേടിക്കും വേണ്ട, ആർക്കും കഴിയും. നമ്മൾ ചതച്ച് വെച്ചേക്കുന്നത് തേങ്ങ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഓയിൽ ഒഴിക്കുന്നേ ഇല്ല കേട്ടോ. ഇഞ്ചി അതേപോലെ അവിടെ ഇരുന്നോട്ടെ. ഈ തേങ്ങ മൂപ്പിച്ചെടുക്കാം. തേങ്ങ പകുതി ഭാഗം മൂത്തി. ഇനി നമുക്ക് ആ ഇഞ്ചി ഇങ്ങ് മാറ്റാം, കാരണം നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കണ്ടേ ആ തേങ്ങ. ഇഞ്ചി വറുത്ത് ഇങ്ങ് കോരി നമ്മൾ. ഓക്കെ, നല്ലൊരു ടിപ്സ് അല്ലേ? ഒന്നാമത് നമ്മൾ ഇഞ്ചി അരിഞ്ഞില്ല, രണ്ടാമത് ഓയിൽ കുറച്ച് ഉപയോഗിച്ചുള്ളൂ. ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കും. നെല്ലിക്കാൻ വലുപ്പത്തിൽ പിഴിയുന്ന പുളി നമ്മൾ ആ ഇഞ്ചിയും തേങ്ങയും വറുത്ത് കോരി ആ പാത്രത്തിലോട്ട് തന്നെ ഒരല്പം ഓയിലും കൂടെ ഒഴിച്ചു ഒരല്പം കടുക് ഇട്ട് കൊടുക്കുക. ആ കടുക് പൊട്ടിത്തൊടങ്ങി ചെറിയ ചുവന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. മൂത്ത് വരട്ടെ. ഇഞ്ചിയും തേങ്ങയോടെ പൊടിച്ചുകൊണ്ട് വരാം. അമ്മിക്കല്ലിലോട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നമ്മളത് വൃത്തിയായിട്ട് പൊടി വറുത്ത് വെച്ചേക്കത്തെ പൊടി ഇട്ട് കൊടുക്കാം. ആ പുളിയും കൂടി ഇട്ട് നല്ല വൃത്തിയായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അത് മൂത്ത് തുടങ്ങി. ഇപ്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പൊടി ഒന്ന് ഇളക്കാം. അതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക. വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന ഇഞ്ചി തേങ്ങ ഇട്ട് കൊടുക്കുക. അരപ്പ് കുറുകി തുടങ്ങി. ഒരല്പം കായപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരല്പം ശർക്കരയുടെ പൊടി ഇട്ട് കൊടുക്കുക. ഈ ചെറിയ തീയിൽ കുറച്ച് നേരം ഒന്ന് പറ്റിച്ചെടുക്കണം. നമ്മുടെ ഇഞ്ചിക്കറി കുറുകി, വെളിച്ചെണ്ണ തെളിഞ്ഞു. ഇത്രയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പോലും ഇതേ നല്ല വൃത്തിയായിട്ട് വെളിച്ചെണ്ണ തെളിഞ്ഞിരിക്കുന്നില്ലേ? ഇതേപോലെ കുറച്ച് എണ്ണ ഒഴിച്ച് ഉണ്ടാക്കിയാൽ മതി. എണ്ണ ലാഭമുണ്ട്, എന്നാൽ ടേസ്റ്റിന് ഒട്ടും കുറവുമില്ല. നല്ല കുറുകിയത് കിട്ടും. അന്ന് അരച്ചെടുക്കാമെങ്കിൽ നല്ല കുറുകിയ ഇഞ്ചിക്കറി കിട്ടും. ഉച്ചത്തെ ഇഞ്ചിക്കറി ഇഞ്ചി അരിയാതെ അധികം ഓയിൽ ഉപയോഗിക്കാതെ എടുത്ത ഇഞ്ചിക്കറി.